ഹലോ ഗൈസ്, എല്ലാവരും കുറ്റിയടിച്ച് എന്തൊക്കെ പോയിട്ടുണ്ടാവില്ലേ? ഞാനും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി. കുറച്ചധികം ലേറ്റായി. ചേടി ഭയങ്കര തിരക്കാന്ന് കേട്ടിട്ടേനുള്ളൂ. പക്ഷെങ്കിൽ ഇവിടെ വന്നപ്പോൾ സംഭവം മനസ്സിലായത്. തിരക്കെന്ന് വെച്ചാൽ ജാതി. മൂന്നാൾ ഇവിടുന്ന് തിരിഞ്ഞ് കളിക്കുമ്പോണ്ട് കുട്ടപ്പേട്ടനും തന്നേച്ചിയും വരുന്നു. വാമി മോൾ എന്നോടും അറിയാം, ഞാൻ നിങ്ങളെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം കൂട്ടി ഒരു കാറിൻ്റെ അകത്ത് കയറ്റി ഇരിപ്പിച്ചേ. സാവിയോൻ്റെ ചാട്ടമെന്നുള്ളതെല്ലാം കണ്ടാൽ ഫുൾ റൗണ്ട് അതിലിരിക്കുന്നു. പക്ഷെ 2 റൗണ്ട് ആകുമ്പോഴത്തേക്ക് ഓങ്കാരാശം മറ്റേ തലകുത്തി മറിയുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനൊന്നിലും കയറിയിട്ടില്ലേ. ഞാനാകെ കയറിയത് ആകാശത്തൊട്ടിലും പിന്നെ മറ്റേ ബ്രേക്ക് ഡാൻസിലും. പിന്നെ ഇത് കാണുമ്പോഴല്ലോ നമ്മൾ ഗേൾസ് എല്ലാവരും നിന്ന് പോകുന്നത്. അതുപോലെ തന്നെ ഞാനും കുറച്ചെണ്ണം വാങ്ങി. പിന്നെ ഞാൻ മെയിനായിട്ട് ചന്തയിൽ വരാനൊരു റീസൺ ഉണ്ടേ. എന്താണോ അതാണ് ഇത്. യെസ്, കോളിഫ്ലവർ ഫ്രൈ. ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഇത് തിന്നാനാണ് ഞാൻ മെയിനായിട്ട് ചന്തയിൽ വരുന്നത്. തിന്നാലും മടുക്കുകയില്ല. ഇത് ഉണ്ടാക്കുന്ന കണ്ടാൽ പിന്നെ തിന്നൂല എന്നൊക്കെ പറയുന്നൊക്കെ. പക്ഷേ ഞാൻ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് തിന്നുന്നത്. നമ്മുടെ ടീംസ് ഫുള്ള് ഇവിടെ തന്നെ ഉണ്ടേനെ. ഇവർ റിങ് അറിഞ്ഞിട്ട് മറ്റേ ഒരു 7-Upൻ്റെ ബോട്ടിലും ഒരു മിറണ്ടേൻ്റെ ബോട്ടിലും കൂടി കിട്ടി. അതിൻ്റെ സന്തോഷത്തിലാണ് ഇവരെല്ലാം. പിന്നെ കുട്ടിപ്പട്ടാളങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 3 ബലൂണും വാങ്ങിക്കൊടുത്ത്. ബലൂൺ എന്നല്ല ഇതിന് പറയുക, ഞാൻ എന്തായാലും ബലൂൺ എന്നാണ് പറയുന്നത്. എല്ലാവരും കൂടി ആകാശത്തൊട്ടിൽ കയറാമെന്ന് വിചാരിച്ചേ. അച്ഛനും അമ്മയും വന്നതിനെ കൊണ്ട് സാവിയോനെ പിന്നെ ഞാൻ ഓരോ കയ്യിലും കൊടുത്തു. ആദ്യം കയറാന്നൊക്കെ പറഞ്ഞെങ്കിലും ടിക്കറ്റ് എടുത്ത് വരിയിലിങ്ങനെ നിൽക്കുമ്പോൾ നെഞ്ഞത്തുനിന്നൊരു ഇടിക്കൽ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നൊക്കെ വെറും ഷോ ആട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോ പോയിട്ട് ഫോൺ പോലും ഞാൻ കണ്ടിക്കില്ല. വീട്ടിൽ മേലെ എത്തി നോക്കുമ്പോഴാണ് കുറ്റ്യാടിയുള്ള തിരക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. വീഡിയോ എടുക്കുന്ന സാധനത്തിനും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന സാധനത്തിനും ഒരു പേടിയുമില്ല. ഞങ്ങൾ രണ്ടാളും എന്തോ ചെറിയ ശ്വാസം മാത്രമേ ഉള്ളൂ താഴേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക്. ഇതിൽ കയറുമ്പോൾ അടച്ച കണ്ണ് ഞാൻ പിന്നെ ഇത് നിർത്തിയപ്പോഴാണ് തുറന്നത്. ആ നിർത്തിയപ്പോൾ ഞാൻ കണ്ട് വാമിയൊക്കെ നല്ല കരച്ചിലായിരുന്നു. അതുവരെ ഞാൻ ഒന്നും കണ്ടിക്കുമില്ല കേട്ടിട്ടുമില്ല. ഞങ്ങൾക്ക് രണ്ടാക്കും ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ഞങ്ങളെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? തൊട്ടിലിക്കരി എൻ്റെ ക്ഷീണം തീർക്കാൻ താഴെ ഇറങ്ങിയാൽ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഒരു ഐസ്ക്രീം അങ്ങ്. എന്തായാലും തിരിച്ചു പോകല്ലേ, അപ്പോൾ ഒരു പ്രാവശ്യം കൂടി കോളിഫ്ലവർ കഴിക്കാമെന്ന് വെച്ച് ഒന്നുകൂടി വാങ്ങി ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ഉള്ള കോളിഫ്ലവർ തീർത്ത് കയറ്റിയിട്ട് എനിക്ക് ഇനിയും വിശക്കുന്നുണ്ടോ എന്ന് രാവിലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാലും ഞാനൊരു ഫ്രൈഡ് റൈസും രാവിലേട്ടനൊരു മന്തിയും കൂടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.